പ്രിയപ്പെട്ടവരെ, ഇന്നലെ മണ്ണാർക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമ സുഹൃത്തുക്കൾക്കൊരു വിരുന്ന് ഞാൻ ഒരുക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു പ്രസ് മീറ്റ് അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞതല്ലാത്ത കുറേ വാർത്തകളാണ് ഓൺലൈൻ മീഡിയകളിൽ വന്നത്. ഞാൻ ചിന്തിക്കാത്ത വാർത്തകൾ വന്നു എന്നുള്ളതാണ് സത്യം. അതിൽ ആർക്കെങ്കിലും മാനസികമായിട്ട് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്ക് വോട്ട് ചെയ്തവരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട്, അങ്ങനെയുള്ള മുസ്ലിം മതത്തിലെ സമുദായത്തിലെപ്പെട്ട ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ദുഃഖിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യത്തിൽ അതൊന്നുമല്ലായിരുന്നു. 2-3 വീടുകളിൽ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവം, ആ അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു ഇലക്ഷൻ വർക്ക് നടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം കാലത്തിൽ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഞങ്ങൾ ഓർത്തഡോക്സ് ആണെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന മാനസിക വികാരവും വിഷമവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പരമാവധി വീടുകളിൽ അനാവശ്യമായി മറ്റുള്ള വീടുകളിൽ കയറണ്ട, വോട്ട് കിട്ടാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ സഹകരിക്കുന്ന വീടുകളിൽ കയറിയാൽ മതി എന്ന അർത്ഥമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ബിസിനസ് പാർട്ട്ണർമാരായാലും എൻ്റെ ഷെയർ ഹോൾഡർമാരായാലും അങ്ങനെ ഞാൻ വളരെ ഡീപ്പായി ബന്ധമുള്ള എല്ലാവരും മുസ്ലിം ഫാമിലിയിൽപ്പെട്ടവരാണ്. എടത്തനാട്ടുകരയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഒന്ന് കൈ ഷേക്കിന് കൊടുക്കാൻ സ്ഥാനാർത്ഥി നിലയ്ക്ക് കൂട്ടി ഷേക്കിന് കൊടുക്കാൻ, ആ കൈ ബാക്കിലേക്ക് കെട്ടിയിട്ട് ഒരു ഷേക്കിന് തരാൻ പോലും തയ്യാറാവാത്ത അത് പോട്ടെ, ഇനി അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കാരണം കുറേ അനുഭവം ഉണ്ടായ നിലയ്ക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ ഇന്നലെ പത്രമാധ്യമങ്ങളിൽ വിശദീകരിച്ചത്. എനിക്കിങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായി. ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ തന്നെ BJPയുടെ ഭാഗമായിട്ട് മത്സരിക്കാൻ എനിക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമായിട്ടാണ് ഞാൻ താമര ചിഹ്നത്തിൽ മത്സരിക്കാതിരുന്നത്. കാരണം എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ എന്നെ മനസ്സിലാക്കണമെന്നും എനിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ BDJSൻ്റെ ഭാഗമായി വന്നത്. പക്ഷെ അതിന് പോലും അർത്ഥം നൽകാതെയാണ് ഇന്നലത്തെ വാർത്ത LDFൻ്റെയും UDFൻ്റെയും ഓൺലൈനിലെ ചില പ്രവർത്തകർ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ വാർത്ത വളച്ചൊടിച്ചു. അത് പൂർണ്ണ രൂപത്തിലുള്ള വാർത്ത കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന്. ഇനി അത് അവരുടെ താല്പര്യം. പക്ഷെ അത് എനിക്കുണ്ടാക്കിയ വിഷമം എന്ന് പറയുന്നത്, ഞാൻ ഇതിൽ വരുന്ന കമൻറ്റുകൾ വായിക്കുന്ന ആളോ അതിന് മറുപടി പറയാൻ നിൽക്കുന്ന ഒരാളോ അല്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഇതിൽ വേദനിച്ചു എന്നുള്ളത് എനിക്ക് ഇന്നലത്തെ കുറച്ച് ഫോണുകളിൽ നിന്ന് മനസ്സിലായി. വളരെ പ്രധാനപ്പെട്ട എന്നെ 1-2 പേരെന്നെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഐസക് ജി സംഭവിച്ചത്, എന്താണ് വിഷയം, എന്താണ് അവിടെ വിഷയം, നമുക്ക് ഇടപെടണം, സംസാരിക്കണം. അതേപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ലീഡർഷിപ്പിലുള്ള ആളെന്നെ വിളിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും പിന്തുണ തരുന്നവരാണ്, നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, എന്താണ് സംഭവം എന്ന് ഞാൻ അദ്ദേഹത്തിന് വിശദീകരിച്ച് കൊടുത്തു. ഇവിടെ സംഭവിച്ചത് തെറ്റായ വാർത്ത ചിത്രീകരിച്ചതാണ്, അല്ലാതെ ഞാൻ മുസ്ലിം മതത്തിനോ മുസ്ലിം സഹോദരങ്ങൾക്കോ കുടുംബങ്ങൾക്കോ എതിരായിട്ടല്ല ഞാൻ സംസാരിച്ചത്. എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ഡീപ്പായ ബന്ധമുണ്ട്. ഞാൻ എങ്ങനെയാണ് കോൺഗ്രസ് നിന്ന് തൃശ്ശൂർ ജില്ലയിൽ എരുവപ്പെട്ടി പഞ്ചായത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് കോൺഗ്രസ് നിന്ന് CPMലേക്ക് വന്നത്, LDFിൽ വന്നത്? ഈ ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് ഞങ്ങൾ 23 പേരാ. അത് 2 ആളെ മരിച്ചിട്ടുള്ളൂ. ബാക്കി ഞങ്ങൾ 21 ആളൊന്നും നാട്ടിൽ എരുവപ്പെട്ടിയിലുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് ശക്തമായി ഈ UDF എടുത്ത നിലപാട്, അന്നത്തെ ലീഗും കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയില്ലെന്ന് പറഞ്ഞിട്ടാണ് യൂത്ത് കോൺഗ്രസ് നിന്നും സേവാദളിനും രാജിവെച്ച് ഞങ്ങൾ CPMൽ പോയത്. അതേപോലെ പൗരത്വ ബില്ലിന് ഏറ്റവും കൂടുതൽ നേതൃത്വം സമരം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോ യൂട്യൂബിലും ഗൂഗിളിലും നോക്കിയറിയാലോ. പൗരത്വ ബില്ലിനെതിരെയും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ സമരം ചെയ്യുമ്പോൾ അതിനോടൊപ്പം നിന്ന് സമരം നയിച്ച ഒരാളാണ്, ഒപ്പം നിന്നൊരാളാണ് ഞാൻ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം മദനിയുടെ സമരം, അനാവശ്യമായി തടങ്കലിടുന്നത്, നമ്മളെ ശക്തമായി എതിർത്തിട്ട ഒരാളാണ്. അദ്ദേഹത്തോടെ നിരാഹാരം കിടന്ന തിരുവനന്തപുരത്ത് എൻ്റെ ജനഭൂമി എന്ന് പറഞ്ഞ മാസിക വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒത്തിരി വീടുകളിലെ ബുക്ക് എത്തിയിട്ടുണ്ട്, അതിലുണ്ടല്ലോ എൻ്റെ ഓരോ നിലപാടുകളും. അപ്പം അങ്ങനെയുള്ള എന്നെ മുസ്ലിം വിരോധിയാക്കി മാറ്റി മണ്ണാർക്കാടത്തെ വരവ് നിർത്താം, മണ്ണാർക്കാട് ഞാൻ ബിസിനസ്സുകൾക്ക് വെച്ച് ബിസിനസ് ചെയ്യാൻ വരരുത്, ഇല്ലെങ്കിൽ ഞാൻ അവിടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല, എൻ്റെ രാഷ്ട്രീയ ഭാവി തകർത്തുകൾ, അങ്ങനെയുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ എടുത്ത് മാറ്റിക്കോ. ഞാൻ മണ്ണാർക്കാട് തന്നെ ഉണ്ടാവും. എനിക്ക് എല്ലാവിധ പിന്തുണയും സഹായവും മുസ്ലിം സഹോദരങ്ങളും ചെയ്യും, ഹിന്ദു മതത്തിലുള്ളവരും ചെയ്യും, ക്രിസ്ത്യാനികളും ചെയ്യും. ഞാൻ എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകും. ഞാൻ സഹകരിക്കുന്നവർ സഹകരിക്കാവുന്ന ഒരു നേതാവും മണ്ണാർക്കാട് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിലപാട് പറയുമ്പോൾ ആ നിലപാട് കൃത്യമായിട്ട് വാർത്ത കൊടുക്കുന്നവരോട് എനിക്ക് അവരെ അഭിനന്ദിക്കാൻ ഞാൻ തയ്യാറാണ്. തെറ്റായി വാർത്ത കൊടുത്ത് അതിൽ മുതലെടുക്കുക, ഇല്ലെങ്കിൽ താൽക്കാലിക സുഖത്തിന് വേണ്ടി ചില ലാഭങ്ങൾക്ക് വേണ്ടി വാർത്ത കൊടുക്കുക, ഇതൊന്നല്ല ശരി. അപ്പോൾ അതുകൊണ്ട് ഈ വാർത്തയുടെ പേരിൽ
ആരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ വാർത്തയല്ല, എനിക്ക് ഈ വാർത്തയുമായി യാതൊരു ബന്ധങ്ങളുമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ നിലപാട് ഇത് കൃത്യമാണ്. ഈ നിലപാടിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അതല്ലാതെ ഞാൻ ഒരാൾക്കെതിരാണ് എന്നുള്ളത് ഇനി ഒരിക്കലും പറയരുത്. അങ്ങനത്തെ ഒരു ജീവിതമല്ല ഞാൻ കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ എൻ്റെ നാട്ടിൽ പോയിട്ട് അന്വേഷിച്ചാലും ഇപ്പം താമസിക്കുന്നവർക്ക് അന്വേഷിച്ചാലും കഞ്ചിക്കോട് മേഖല അന്വേഷിച്ചാലും ഒക്കെ അറിയാം. ഞാൻ വളരെ സാധാരണക്കാരനായി ജീവിക്കുകയാണ്. ബിസിനസ് വേറെ, ജീവിതം വേറെ. ഒരു എളിമയും സ്നേഹവും പരസ്പര വിശ്വാസമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ആയിരക്കണക്കിന് തെളിവ് മുസ്ലിം സമൂഹത്തിന് മുന്നിൽ വെക്കാൻ എനിക്കുണ്ട്. നിങ്ങളുടെ മതവുമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങൾ അതിലേക്കൊന്നും ഞാൻ ഇപ്പം കിടക്കുന്നില്ല. എനിക്ക് വോട്ട് ചെയ്ത, എന്നെ സഹായിച്ച, എനിക്ക് സപ്പോർട്ട് ചെയ്ത ആർക്കെങ്കിലും ഇത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിങ്ങളോടൊപ്പം ദുഃഖിക്കുന്നു. അത് മനഃപൂർവ്വമല്ല, ഇത് ചിത്രീകരിച്ചപ്പോൾ ഇത് എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിൽ ഇതിന് രൂപകൽപ്പന ചെയ്താണ്. അങ്ങനെ ഇത് വന്ന ഒരു വാർത്തയാണ്. അല്ലാതെ നിങ്ങൾക്കെതിരെ ആ ഒരു വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഇനിയും മണ്ണാർക്കാടിൻ്റെ പ്രവർത്തന മേഖലയിൽ ഞാൻ കാണും. നിങ്ങളും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ചാൽ ഞാൻ കൃത്യമായ മറുപടി നിങ്ങളോട് പറയുന്നതായിരിക്കും.